നമസ്കാരം. നമ്മുടെ വീഡിയോയുടെ 65-ാം ലക്കത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു അധ്യായത്തിൽ ഒരുപാട് ഉപയോഗമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന ഫലങ്ങളെ പറ്റി പരാമർശിച്ചിരുന്നല്ലോ. അതില് കുറെ എണ്ണം നമ്മുടെ വീട്ടിൽ അമിതമായി ഉണ്ടാകും. അത് നമുക്ക് വേണ്ടാത്തതായിരിക്കും. അതായത് കഴിക്കാൻ താല്പര്യമില്ലാതെയോ കഴിക്കാൻ ആളില്ലാതെയോ ആവശ്യക്കാരും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടാവാം. ഉദാഹരണത്തിന് ചാമ്പയ്ക്ക, കമ്പിളി നാരങ്ങ, ചീമപ്പുളി തുടങ്ങിയവ. അവയൊക്കെ കണ്ടമാനം ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അത് ഒത്തിരി ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് സ്വന്തമായി അത്രയും കിട്ടുന്നത് കൊണ്ട് നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. അതിന് വലിയ നാശമൊന്നും ഉണ്ടാകത്തില്ല. അതായത് മറ്റു പ്രാണികളോ ജന്തുക്കളോ ഒന്നും അതിനെ അധികമായി നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ധാരാളം ഉണ്ട്, നമുക്കത് വേണ്ടത് തന്നെ. പക്ഷെ മറ്റു ചിലതുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത്, താല്പര്യമുള്ളത്, വിപണിയിൽ മൂല്യമുള്ളതും നമുക്ക് കഴിക്കാൻ താല്പര്യമുള്ളതുമായ ചില പഴങ്ങളാണ് റംബുട്ടാൻ, ചിക്കു, സപ്പോട്ട എന്നറിയപ്പെടുന്ന ചിക്കു, തുടങ്ങിയവ. അവയ്ക്കൊക്കെ വില കിട്ടുന്ന പഴങ്ങളാണ്. അവയെ വാങ്ങിക്കൊണ്ടു പോകാൻ കച്ചവടക്കാരുണ്ട്. പക്ഷെ അവയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. വലയിട്ടൊക്കെ സംരക്ഷിച്ചിട്ടാണ് അവയുടെ ഫലം കിട്ടുക. കാരണം അത് വവ്വാൽ പോലെയുള്ള ജന്തുക്കൾ ആക്രമിക്കുന്നത് കൊണ്ട്. അപ്പോ ഒന്നുകിൽ ആവശ്യമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ തരാഞ്ഞിട്ടോ കിട്ടാതെ പോകുന്ന ഫലങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ മറ്റു ജന്തുക്കൾക്കും വേണ്ട, വിപണി മൂല്യവും ഇല്ലാത്ത ഒന്നായി കാണുന്നതാണ് നമ്മുടെ ഇലിമ്പിപ്പുളി എന്നറിയപ്പെടുന്ന ചീമപ്പുളി. അതിന് യഥാർത്ഥത്തിൽ ധാരാളം നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന്റെ ഗുണങ്ങൾ പരിശോധിച്ചാൽ, പഠനത്തിന് വിധേയമാക്കിയാൽ ധാരാളം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ വലിയ ഡിമാൻഡ് ഇല്ല, കാരണം അത്ര അധികം അത് അവൈലബിൾ ആണ്. അപ്പോ കഴിഞ്ഞ ലക്കത്തിൽ ഞങ്ങള് നമ്മുടെ ചാമ്പയ്ക്കെല്ലാം വെറുതെ പോകുന്നതായി പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ ദൂരെ നിന്ന് രണ്ട് സുഹൃത്തുക്കൾ വന്ന് അവരുടെ മരുമകൾക്ക് വേണ്ടി കാനഡയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട് ചാമ്പയ്ക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവർ വന്നപ്പോൾ അവരോട് നമ്മുടെ ചീമപ്പുളി വെറുതെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്ന ഒരു വിദ്യയാണ്, അതുകൊണ്ടുണ്ടായ പ്രയോജനമാണ് ഇപ്പോ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ, നമ്മുടെ ഓട്ടുപാത്രങ്ങളുണ്ടല്ലോ, വിളക്ക്, കിണ്ടി, മൊന്ത തുടങ്ങിയ വസ്തുക്കൾ, അവയുടെ ക്ലാവ്, കാലങ്ങളായി കട്ടിയായി പിടിച്ചു പോയ ക്ലാവ്, അല്ലെങ്കിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മളത് വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. അവ എങ്ങനെ എളുപ്പത്തിൽ ഈ ഇലിമ്പിപ്പുളിയുടെ ഉപയോഗത്താൽ ഭംഗിയാക്കാം എന്ന ഒരു കാര്യമാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. വെങ്കലം അഥവാ ഓട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറെ വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ട്. കുറെ ഷോപ്പ് പീസ്, പിന്നെ കുറെ കിണ്ടി, മൊന്ത പോലെയുള്ളവ, വിളക്കുകൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു. അപ്പോ അവർ പറഞ്ഞ അനുസരിച്ച് അവയെ ഒന്ന് വൃത്തിയാക്കാമെന്ന് നമ്മളും ഒന്ന് പരീക്ഷിക്കാം എന്ന് കരുതി ഞങ്ങൾ അതിന് ഒരുങ്ങി പുറപ്പെട്ടു. ഈ ചീമപ്പുളി ഒന്ന് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം, പരിശോധനയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, പുളി ഉപയോഗിച്ചാണ് ഓട്ടുപാത്രങ്ങൾ തേക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. അതിന് സാധാരണ വാളംപുളി കൊണ്ട് നേരിട്ട് തേക്കുകയാണല്ലോ പതിവ്. അപ്പോൾ അത് ഒരുപാട് ബലം പ്രയോഗിച്ചൊക്കെ തേക്കുന്നതായിട്ട് എനിക്കറിയാം. പക്ഷേ ഇത് ഏറെക്കാലമായി ഞങ്ങൾ സ്ഥലത്ത് ഇല്ലാതിരുന്നത് കൊണ്ടും സമയം കിട്ടാതിരുന്നത് കൊണ്ടും ഇവയെ വൃത്തിയാക്കാനായിട്ടൊന്നും സത്യം പറഞ്ഞ മെനക്കെട്ടിട്ടില്ല. അപ്പോ ഏറെക്കാലമായി ക്ലാവ് പിടിച്ചിരിക്കുന്നതോ നിറം മങ്ങിയതോ ആയ ഈ പാത്രങ്ങൾ ഈ ചീമപ്പുളി ഉപയോഗിച്ച് വൃത്തിയാക്കാമെന്ന് കരുതി ഞങ്ങൾ അതിന് തയ്യാറായി. നമുക്ക് വന്ന അതിഥികൾ അവരുടെ അനുഭവം നമ്മളോട് പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്തത്. അവർ ചെയ്യാൻ പറഞ്ഞ പ്രവർത്തന ക്രമം ഇങ്ങനെയാണ്. നമുക്ക് ധാരാളം ഉണ്ടല്ലോ ഇലിമ്പിപ്പുളി, അത് പറിച്ച്
എത്രയായാലും കുഴപ്പമില്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് പറിച്ചിട്ട് മിക്സിയിലൊന്ന് അരയ്ക്കുക. പെട്ടെന്ന് 1-2 കറക്കത്തിന് അത് അരഞ്ഞു കിട്ടും. അതിനെ ഒരു ബക്കറ്റിലാക്കുക. നമുക്ക് വൃത്തിയാക്കേണ്ടുന്ന ഓട്ടുപാത്രങ്ങൾ അതിൽ മുക്കി വയ്ക്കുക. ആ വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം, കഴിയുന്നത്ര കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോ പുളി അരച്ച ഈ വെള്ളം ഇതിനകത്ത് ഓട്ടുപാത്രങ്ങൾ അല്ലെങ്കിൽ ഓട്ടുപകരണങ്ങൾ മുക്കി വെച്ചിട്ട് ഒരു 24 മണിക്കൂറെങ്കിലും അതിനെ അവിടെ അതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പുളിവെള്ളത്തിൽ മുക്കി വെച്ച ഓട്ടുപാത്രങ്ങൾ എടുത്ത് ഒരു സാധാരണ സ്ക്രബ്ബർ ഉപയോഗിച്ച്, അധികം സ്ക്രാച്ച് വീഴാത്തതിന് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡോ മറ്റോ ഉപയോഗിച്ച് നോർമലായ രീതിയിൽ ഒന്ന് തേച്ച് കഴുകിയെടുക്കുക. വലിയ ബലമൊന്നും പ്രയോഗിക്കേണ്ടതില്ല, ക്ലാവെല്ലാം ഇളകിയിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഒന്ന് തേച്ചാൽ മതിയാവും. സാധാരണ നമ്മൾ പാത്രങ്ങൾ കഴുകുന്ന പോലെ ഒന്ന് തേച്ച് കഴുകിയെടുത്താൽ ഭംഗിയായി ഗോൾഡൻ നിറത്തിൽ തന്നെ നമുക്കത് കിട്ടും. വേണമെങ്കിൽ വീണ്ടും പോളിഷ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞങ്ങൾ അത്രയും ചെയ്തില്ല. ഇത് നമ്മൾ പരീക്ഷിച്ചു നോക്കി. ഇങ്ങനെ തന്നെ നമ്മുടെ മരത്തിലുണ്ടായിരുന്ന മുഴുവൻ പുളികളും നമ്മൾ പറിച്ചു. കാരണം അത് നിന്ന് വെറുതെ പോവല്ലേ. ധാരാളം പാത്രങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഈ മാതൃകയിൽ ഈ രീതിയിൽ ചെയ്തു, ഭംഗിയായി കിട്ടി. സന്തോഷമായി. ആ ഇലമ്പിപ്പുളി കൊണ്ട് ഇത്രയും നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഞങ്ങൾ വൃത്തിയാക്കിയ ഓട്ടുപാത്രങ്ങളിൽ കിണ്ടിയും മൊന്തയും ഞങ്ങളുടെ കുടുംബസ്വത്താണ്. ഒരു 100 കൊല്ലെങ്കിലും പഴക്കം കണ്ടേക്കാം അവയ്ക്ക്. പിന്നെ മറ്റുള്ളവയൊക്കെ അതിന് പിന്നീട് കിട്ടിയതാണെങ്കിലും ഇത് 2 വർഷമായി ഞങ്ങൾ സ്ഥലത്ത് ഇല്ലാതിരുന്നത് കൊണ്ട് ഇവയൊന്നും പരിഗണിച്ചിരുന്നതേ ഇല്ല. അതുകൊണ്ട് അത്രയും നാളത്തെ, അതിലേറെ നാളത്തെ ക്ലാവൊക്കെ ഉണ്ടായിരുന്നു, അതില് പഴക്കം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഈ പുളി പ്രയോഗത്തിന് ശേഷം എന്തുമാത്രം വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ അത് വൃത്തിയാക്കുന്നതിന് മുൻപുള്ള ചിത്രവും അതിന് ശേഷമുള്ള ചിത്രവും എടുത്തിട്ടുണ്ട്. തെളിവിലായി നിങ്ങളെ കാണിച്ചു തരാം. പുളിവെള്ളത്തിൽ വെക്കുന്നതിന് മുൻപ് ഉള്ള ഈ ഓട്ടുപകരണങ്ങളുടെ അവസ്ഥ ഇതാണ്. ഒന്ന് കണ്ടാട്ടെ. ഇരുപത്തിനാല് മണിക്കൂർ പുളിവെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം ഈ പാത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതെല്ലാം ഇളകി കുതിർന്നിരിക്കും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നന്നായി വീണ്ടും ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം. ബലം പ്രയോഗിച്ച് അമർത്തി വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമ്മളൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ പച്ച സ്ക്രബ്ബർ ഉണ്ടല്ലോ, അതായിരിക്കും ബെറ്റർ. അതും ഏതെങ്കിലും ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്തിട്ട് ഭംഗിയായി ഒന്നുകൂടി ഉരച്ചതിന് ശേഷം വെള്ളത്തിൽ കഴുകിയെടുക്കുക. വ്യത്യാസം, നിറം വെച്ച അവസ്ഥ ഇപ്പൊ കാണാവുന്നതാണ്. കഴുകുമ്പോൾ സ്ക്രാച്ച് വീഴാത്ത സ്ക്രബ്ബർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കഴുകിയതിന് ശേഷം കൂടുതൽ തിളക്കം കിട്ടണമെങ്കിൽ പോളിഷ് ഉപയോഗിക്കണമെന്ന് അറിയാമല്ലോ. അത് മാർക്കറ്റിൽ അവൈലബിൾ ആയ പോളിഷ് ഉപയോഗിച്ച് ഭംഗിയാക്കേണ്ടിയിരിക്കുന്നു. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇലിമ്പിപ്പുളിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. വിവിധ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ആരോഗ്യപരമായി വളരെ ഗുണങ്ങളുള്ളതാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ഇതിന്റെ ധാരാളമായ അവൈലബിലിറ്റി കൊണ്ട് അധികം അത് ഉപയോഗിക്കപ്പെടാതെ ഇത്തിരി പോകുന്ന അവസ്ഥയിൽ ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചിന്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഭക്ഷണത്തിന് എടുക്കാനായിട്ടൊന്നും താല്പര്യം ഇല്ല എങ്കിൽ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലും വെറുതെ ഓട്ടുപാത്രങ്ങളെ ഭംഗിയാക്കാനെങ്കിലും അത് ഉപയോഗിക്കാം. അങ്ങനെ ഞങ്ങൾക്കത് പുതിയതായി കിട്ടിയ ഒരു അറിവ് പോലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ട് ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഞങ്ങളുടെ പുളി ഞങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി ചെയ്തു നോക്കിയതാണ്. അത് ഞങ്ങൾക്ക് തൃപ്തി നൽകി. ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു ട്രിക്ക് പറഞ്ഞു തന്ന സുഹൃത്തുക്കൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇത് ഒരുപക്ഷെ അറിയാവുന്ന ധാരാളം ആൾക്കാർ ഉണ്ടാവാം. ഇലിമ്പിപ്പുളി കൊണ്ട് വൈൻ ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം, അച്ചാറിടാം, മറ്റു പലതും ചെയ്യുന്നുണ്ടാവാം, ചെയ്യാൻ അറിയാവുന്നവരുണ്ടാവാം. ഞങ്ങളുടെ ഒരു അനുഭവം, ഞങ്ങളുടെ പഴായി പോകുമായിരുന്ന ആ പുളിയെ ഈ ഒരു തവണയെങ്കിലും ഞങ്ങൾക്കിത് ഭംഗിയായി ഉപയോഗിക്കാൻ സാധിച്ചു എന്നതിലെ ചാരിതാർത്ഥ്യം നിങ്ങളുമായി പങ്കുവെച്ചു എന്നതേ ഉള്ളൂ. അടുത്ത തവണ പുളി വീണ്ടും ഉണ്ടാകുമ്പോൾ
ഇനിയും വൃത്തിയാക്കാൻ വേണ്ടി ചില പാത്രങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി ഉടനെ വീണ്ടും എത്താം. താങ്ക് യു വെരി മച്ച്.